ഹലോ, ഇതിന് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് കേക്ക് സ്പഞ്ച് എങ്ങനെ മൂന്നായിട്ട് കട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു. ഈ വീഡിയോയിൽ നോക്കുന്ന മിൽക്കി നട്ട് കേക്കിന്റെ ഫില്ലിങ്ങും ക്രം കോട്ടിങ്ങും ആണ്. ബോത്ത് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ എൻറ്റയർ കേക്ക് ഫ്രോസ്റ്റിംഗ്. ഓരോ ഫ്ലേവേഴ്സിനും ഓരോ ഫില്ലിങ്സ് ആയിരിക്കും. ഈ ഫില്ലിങ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് കേക്കിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഇവിടെ കേക്ക് സ്പഞ്ച് സോക്ക് ചെയ്യുന്നത് പാലും കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടുള്ള ഒരു സിറപ്പ് വെച്ചാണ്. ഇത് കഴിഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ ലെയേഴ്സ് നമ്മൾ ഫില്ലിങ്സ് ആയിട്ട് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക്, റോസ്റ്റഡ് ആൽമണ്ട്സ്, റോസ്റ്റഡ് കാഷ്യൂ നട്ട്സ്, കൂടാതെ വൈറ്റ് ആൻഡ് ഡാർക്ക് ചോക്കോ ചിപ്സ് ആണ്. നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച് കഴിഞ്ഞിട്ടും ഇതേ പ്രോസസ്സാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രം കോട്ട് ചെയ്യുന്നത്. ഫൈനൽ ഫ്രോസ്റ്റിങ്ങിൻ്റെ ടൈമിൽ കേക്ക് ക്രംസ് ഒന്നും പുറത്ത് വരാതെ കേക്ക് നല്ല നീറ്റായിട്ട് ഫിനിഷ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്രം കോട്ടിങ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേജ് വെച്ചിട്ടാണ് നമ്മൾ കേക്കിന് റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ക്രം കോട്ടിങ്ങിലൂടെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ഫ്രോസ്റ്റിങ്ങിൻ്റെ സമയത്ത് കുറേ കൂടി ഈസി ആയിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ.